നമസ്കാരം. ബ്രിട്ടീഷ് പത്രം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കനേഷ് സത്യപ്പുഴയിൽ. ശ്രീ KS പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള കോമഡി സംഘം UK-യിലുടനീളം സ്റ്റേജ് ഷോകൾ നടത്തുന്നു. 16 സ്റ്റേജുകളിലാണ് ഷോ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് ശ്രീ KS പ്രസാദ് നമ്മളോടൊപ്പം ഇപ്പോൾ ലൈനിലുണ്ട്. ശ്രീ KS പ്രസാദ്, ബ്രിട്ടീഷ് പത്രത്തിലേക്ക് സ്വാഗതം. താങ്കൾക്ക് ഒന്ന് വിശദീകരിക്കാമോ, എന്തൊക്കെയായിരുന്നു ബ്രിട്ടനിലുടനീളം ഉള്ള നിങ്ങളുടെ പരിപാടികൾ? പ്രിയമുള്ളവരെ, ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ. ഇത് മിസ്റ്റർ പണിക്കർ, ഇത് മിസസ് പണിക്കർ. ഞങ്ങളുടെ വീട്ടിൽ ഏത് നേരം വഴക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത്തരത്തിലുള്ള വഴക്കുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നറിയാൻ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നു. ജാഗ്രത. നമസ്കാരം, ഞാൻ KS പ്രസാദ്. ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ അവതരിപ്പിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഗാ ഷോ 16 ഷോകൾക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ UK-യിൽ എത്തിയിരിക്കുന്നത്. 4-ാം തീയതി മുതൽ ഞങ്ങൾ കേംബ്രിഡ്ജ്, ക്രോയ്ഡോൺ, കെന്റ്, പ്രസ്റ്റൺ, അയർലൻഡിലെ ഡബ്ലിൻ, ബെൽഫാസ്റ്റ് എന്നീ സ്ഥലങ്ങളിൽ ഞങ്ങൾ 6 ഷോകൾ ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. എല്ലായിടത്തും നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു, നല്ല പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് 15-ാം തീയതി ഇപ്സ്വിച്ചിലാണ് പ്രോഗ്രാം നടത്തുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് 18-ാം തീയതി നോട്ടിംഗ്ഹാം, 19-ാം തീയതി ലിവർപൂൾ, അന്ന് തന്നെ വൈകിട്ട് ബെർമിംഗ്ഹാം, 20-ാം തീയതി മാഞ്ചസ്റ്റർ, 22-ാം തീയതി ഓക്സ്ഫോർഡ്, 23-ാം തീയതി പോർട്സ്മൗത്ത്, 25-ാം തീയതി കാർഡിഫ്, 26-ന് സൗത്താംപ്ടൺ ആൻഡ് 27-ന് സ്റ്റെവനേജ്. അങ്ങനെ ടോട്ടൽ 16 ഷോസാണ് ഇവിടെ ഗോൾഡൻ ഡ്രീംസിൻ്റെ ബാനറിൽ കൊച്ചിൻ ഗിന്നസിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോ അരങ്ങേറുന്നത്. ഞങ്ങൾ അവതരിപ്പിച്ച സ്ഥലത്ത് എല്ലായിടത്തും തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഓഡിയൻസ് ഉണ്ടായിരുന്നു. സംഘാടകരെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്, ഞങ്ങളും വളരെയധികം ഹാപ്പിയാണ്. ഏതായാലും ഞങ്ങളുടെ ഷോ കാണാൻ നിങ്ങളെല്ലാവരും ഇപ്സ്വിച്ചിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇമിഗ്രേഷൻ കുറക്കുന്നതിന്റെ ഭാഗമായി ഹോം ഓഫീസ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. ഷോപ്പിലും എസ്റ്റേറ്റ് ഏജൻസിയിലും വർക്ക് ചെയ്യുന്ന മലയാളികളെയും ഈ നിയമം ബാധിച്ചേക്കും. വിദേശികൾക്ക് ജോലി കൊടുക്കുന്നതിന് 1/3 കുറക്കാനാണ് ഹോം ഓഫീസ് ശ്രമിക്കുന്നത്. പുതുക്കിയ ലിസ്റ്റ് ഹോം ഓഫീസിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് UK-യിലെ പ്രശസ്തനായ സോളിസിറ്റർ ശ്രീ സജീവ് കൂരാനുമായി ചില ചോദ്യങ്ങൾ പങ്കുവയ്ക്കാം. ശ്രീ സജീവ് കൂരാൻ, നമസ്കാരം. ബ്രിട്ടീഷ് പത്രം വാർത്തകളിലേക്ക് സ്വാഗതം. പുതിയതായി നിലവിൽ വന്ന സ്റ്റുഡൻസിനെ സംബന്ധിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പുതിയതായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഭൂരിഭാഗമായി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പ്രൈവറ്റ്ലി ഫണ്ടഡ് കോളേജുകളിൽ പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പുതിയ നിയമം പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പുതിയതായിട്ട് കൂടുതൽ ഇംഗ്ലീഷ് റിക്വയർമെന്റ് ആവശ്യമായിട്ട് വരും. ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്, പുതിയതായിട്ട് വരുന്നവർക്ക്, അതെ, ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ആൾക്കാർക്ക് നടപ്പാക്കാൻ പോകുന്ന നിയമം അനുസരിച്ച് അവർ ഇംഗ്ലീഷ് റിക്വയർമെന്റ് കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യും. അപ്പൊ അത് മോസ്റ്റ് പ്രോബബ്ലി അവര് IELTS അല്ലെങ്കിൽ ടോഫിൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതില് നിശ്ചിത പോയിന്റ് ഇല്ലാത്ത, സ്കോർ ഇല്ലാത്ത, അതിൽ താഴെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. മറ്റ് എന്തെല്ലാം പുതിയ നിയമങ്ങളാണ് പ്രത്യേകിച്ച് ബ്രിട്ടനിലെ മലയാളികളെ ബന്ധിപ്പിക്കുന്ന എന്തെല്ലാം പുതിയ നിയമങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായത്? പുതിയതായിട്ട് അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ UKBA Tier 2 ലൈസൻസ് എന്ന് പറഞ്ഞാൽ പഴയ വർക്ക് പെർമിറ്റ് സംവിധാനം. വർക്ക് പെർമിറ്റിന്റെ ഉദ്ദേശമാണല്ലോ മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളൂടെ വന്ന് അവർക്ക് വർക്ക് പെർമിറ്റ് വഴി ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആവാമെന്നുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് ഭൂരിഭാഗം ആൾക്കാർ വരുന്നത്. പക്ഷെ Tier 2 എന്ന് പറയുന്ന സംവിധാനത്തിനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന രീതിയിൽ ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കുന്ന നിയമങ്ങൾ ഓൾറെഡി ഇവിടെ പാസ്സായി ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ശരി, ഓക്കെ. അത് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ അതാണ് അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം. തീർച്ചയായും, അതെ. അപ്പൊ അതിനൊരു തിരിച്ചടിയാണെന്ന് ഞാൻ പറയാമോ? ഓക്കെ. അതുപോലെ തന്നെ ഈ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് NQF 3 താഴെയുള്ള വിദ്യാർത്ഥികളുടെ ഡിപെൻഡൻസിന് എന്നൊരു അത് അവർക്ക് വർക്ക് ചെയ്യാൻ ഇവിടെ അലൗഡ് അല്ല. അതെ.
അലൗഡ് അല്ല. അതുപോലെ NQF 3 താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് 10 മണിക്കൂറെ പണ്ട് 20 മണിക്കൂറുണ്ടായത് റെഡ്യൂസ് ചെയ്തിട്ട് 10 മണിക്കൂറാക്കി. ഇപ്പൊ 10 മണിക്കൂറേ ഇപ്പൊ അനുവദനീയമായ സമയമുള്ളൂ. എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ല, ബാച്ചുലർ ലെവലിൽ താഴെയുള്ള വിദ്യാർത്ഥികൾ. മനസ്സിലായി. ഓക്കെ. പക്ഷെ ഇനി നടപ്പാക്കാൻ UKB ഉദ്ദേശിക്കുന്ന നിയമം അനുസരിച്ച് പുതിയ ക്രൈറ്റീരിയ ചില ഇതിൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ ചില കാറ്റഗറി വിദ്യാർത്ഥികളുടെ ഡിപ്പെൻഡൻസിന് UK വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അതിനെ നിയന്ത്രിക്കാൻ ഉള്ള നിയമങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചില ലെവലിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ ഇപ്പോൾ ലെവലിലുള്ള 10 മണിക്കൂർ വീണ്ടും താഴ്ത്തിക്കുവാൻ സാധ്യത. ഓക്കെ, വളരെയധികം സന്തോഷം ശ്രീ സജീവ് കുരാൻ. വളരെയധികം ഇൻഫർമേറ്റീവ് ആയിരുന്നു താങ്കൾ തന്ന എല്ലാ ഇൻഫർമേഷനും. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. യുഗ്മ UK-യിലെ യുവജനങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി കരിയർ ഗൈഡൻസ് പദ്ധതി ആവിഷ്കരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. ശ്രീ എബ്രഹാം ലൂക്കോസ് യുഗ്മയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 26 നടത്തുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലെ ഒരു പ്രഭാഷകനാണല്ലോ താങ്കൾ. ഈ പരിപാടിയിൽ താങ്കളുടെ റോൾ എന്താണ്? നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. പല രീതിയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ട്, പിന്നെ നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ട്. ഇതിനുള്ള നമ്മൾ കുറെ ഉദാഹരണങ്ങൾ കാണിക്കാൻ, നല്ല കുറെ നേതാക്കന്മാരുടെ ജീവിത ചരിത്രങ്ങള്, അതൊക്കെ അവരുടെ ജീവിത വിജയങ്ങള്, അതൊക്കെ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഈജിപ്തിൽ നടന്ന സംഭവങ്ങൾ, അതൊരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ മുബാരക് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പല രീതിയിലുള്ള പേഴ്സണാലിറ്റിയുടെ മുഖങ്ങളെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളായിട്ട് വളരുന്നതിനുള്ള ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കുക, അവർക്ക് അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കുകയാണ് നമ്മൾ ഈ ട്രെയിനിങ് പരിപാടിയുടെ ഉദ്ദേശം ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പറയാം, നമുക്കിവിടെ ഇംഗ്ലണ്ടിലൊക്കെ ജീവിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്, പിരിമുറുക്കാണ് ജീവിതത്തിൽ. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഒത്തിരി സ്ട്രെസ് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ചെറിയ ടെക്നിക്സും പ്രാക്ടീസും ഒക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് സ്റ്റേജ് ഫ്രൈറ്റ്. ഇപ്പോൾ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിനുമൊക്കെ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം സ്റ്റേജ് കയറി കഴിയുമ്പോൾ ഒരു ഷെയിം, അങ്ങനെ ഒരു അവസ്ഥയാണ്. അത് മാറ്റുന്നതിനുള്ള എന്തെങ്കിലും ടിപ്സുകളാണ്. അതൊക്കെ നമ്മൾ ടിപ്പുകൾ കൊടുക്കുകയാണ്. പ്രായോഗികമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള വഴികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ ചെറിയ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് കൂടുതൽ കുട്ടികൾ ഇതിനകത്ത് പങ്കെടുത്ത്, കുട്ടികളൊന്നും മാത്രമല്ല, അത് പേരൻസിനും ഇതിനകത്ത് പങ്കെടുക്കാം. നമുക്ക് എല്ലാവരും ഇത് ഇങ്ങനെ ഈ നല്ല പരിപാടി പങ്കെടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. താങ്ക് യു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വിശേഷങ്ങളുമായി ബ്രിട്ടീഷ് പത്രം കൂടുതൽ മികവോടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഭീമനും കീചകനും വ്യാസനും വ്യക്തിഹത്യാനോസുമൊക്കെ അരങ്ങുവാഴുന്ന ഈ മേഖലയിൽ നേരോടെ നിർഭയം നിങ്ങൾക്ക് ന്യൂസ് നൽകുവാൻ നന്മയുടെ നേർക്കാഴ്ചയുമായി വീണ്ടും ബ്രിട്ടീഷ് പത്രം നിങ്ങളുടെ മുന്നിലെത്തും വരെ നന്ദി, നമസ്കാരം.